നിങ്ങളെ വെല്ലുവിളിക്കുക. ഈ ഇരിക്കുന്ന മജീഷ്യനെയും നിരീശ്വരവാദിയെയും ഒരു സമ്പ്രദായം നിങ്ങളിവിടെ ഉണ്ടാക്കിയാൽ, ഒരു അഷ്ടമംഗല പ്രശ്നം ഇവിടെ വെക്കാനുള്ള ഒരു സദസ് ഉണ്ടാക്കിയാൽ ആ സദസ്സിൽ ഉറപ്പായത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. എണ്ണത്തൂറലോ ഇമ്പത്തൂറലോ സിന്നത്തൂറലോ. ഹലോ, നമസ്കാരം. പിക്സ് സ്പീക്കർ സാർ. അപ്പോൾ ഞാൻ ഈ ഒരു ആളെ പറ്റി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് ഹൈപ്പ് കയറ്റി വീഡിയോ ഇട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടുന്ന മുമ്പ് ഇയാൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു രീതിയാണ് ഇയാളെ പൊക്കി പറഞ്ഞത്. ഇപ്പം എൻ്റെ വാട്സപ്പിൽ കുറേ പേര് പറഞ്ഞു, എടാ നീ പൊക്കി പറഞ്ഞ ആളെന്നെ കണ്ടാടെ ഇപ്പോൾ പോസ്റ്റോ കേസിൽ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വാട്സപ്പ് വീഡിയോയുടെ മെസ്സേജ് വന്ന്, മനസ്സിലായില്ലേ? പക്ഷേ അയാൾ നല്ലൊരു ആസ്ട്രോളജറാണ്. നല്ലൊരു ആസ്ട്രോളജറാണ്, മനസ്സിലായി? അതെനിക്കറിയാം. പക്ഷേ ആസ്ട്രോളജറാണ്. കാരണം പുള്ളി നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ. പക്ഷേ ഇയാൾക്ക് പറ്റിയത് എന്തോന്നാണ്? ഒരു സ്ത്രീയെ വിളിച്ച് വരുത്തി, 16 വയസ്സുള്ള സ്ത്രീയെ മോശമായ രീതിയിൽ അയാൾ അങ്ങനെ പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പ്രശ്നം അനുഭവിച്ച കുട്ടിയുടെ ഭാഗത്തുനിന്നും വേണം. ഇനി ഈ പറയുന്ന ആളിന് അതിപ്പോൾ ഇന്ന് കിട്ടിക്കഴിഞ്ഞു. അയാളൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ആ കുട്ടിയുടെ ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. മനസ്സിലായില്ലേ? അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മാനസിക രോഗമുള്ള ചില പെൺകുട്ടികൾ വരും. അപ്പോൾ അവർ വരുമ്പോൾ ഓവർ ആക്റ്റ് വയലൻ്റ് ആകും, റിയാക്റ്റ് ആകും, അത് ഭയങ്കര അഗ്രസീവ് ആകും. ഇത് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സൈക്കോളജിയെ ബന്ധപ്പെട്ട് കൗൺസിലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചിലയിടത്തൊക്കെ കൗൺസിലിങ്ങിന് ഒറ്റയ്ക്കിരുത്തി കൗൺസിലിംഗ് ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ രക്ഷകർത്താക്കളെ പുറത്ത് നിർത്തിയിട്ട് ഈ പ്രശ്നമുള്ള കുട്ടിയെ മാത്രം അകത്തിരുത്തി കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയയിലൂടെ ഇയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഒരു കുട്ടിയാണ്. 16 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ആ കുട്ടി എന്തോന്ന് ചെയ്ത് കാണും? ആ ഒരു ആംബിയൻസും ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചില മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇതേപോലെ കുട്ടികളൊക്കെ ഇതുപോലത്തെ ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ വലിയ സ്ത്രീകളായിക്കോട്ടെ, വരുമ്പോൾ ഇത് ചില സമയത്ത് ഒരു വയലൻ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതൊരു പുരുഷനാണോ വയലൻ്റ് ആയെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല, അവിടെ കിടന്ന് ബഹളം വെച്ച്. പക്ഷേ ഒരു സ്ത്രീ ആണെങ്കിൽ പ്രശ്നമാണ്. സ്ത്രീയാണ് ഇതുപോലെ വയലൻ്റ് ആയെങ്കിലോ ഉടനെ പറയും പിന്നെ അത് പെണ്ണ് കേസാവും, പോസ്കോ കേസാവും, അങ്ങനെ ഇങ്ങനെയാവും. അപ്പോൾ ഇയാൾ കുറ്റക്കാരനാണോ, നിലവിലെ കുറ്റക്കാരനാണോ, അല്ലേ ഇതിൽ നമുക്ക് കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്ക്രാമറ റെക്കോർഡിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്നുമില്ല, മനസ്സിലായില്ലേ? എന്തായാലും അയാൾ നല്ല രീതിക്ക് ആസ്ട്രോളജി അറിയാനുള്ള ഒരാളാണ്. അത് മാത്രം എനിക്കറിയാം. പക്ഷേ ആസ്ട്രോളജി നോക്കാനാണെങ്കിൽ ഇയാളെ നമുക്ക് നമ്പാന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതാണ് ഒരു കാര്യം, ഇയാൾ കുറ്റക്കാരനാണോ ആണെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. കുറ്റക്കാരനാണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റായ ഭാഗത്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പല സ്ത്രീകളും വരാറുണ്ട്. ഏകദേശം 20 കൂടുതൽ സ്ത്രീകൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള എല്ലാ സ്ത്രീകളും കംഫർട്ടായിട്ടാണ് പോയിട്ടുള്ളത്. ഈ അപ്പോയിൻമെൻറ്റ് പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറപ്ഷൻസും അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ് അല്ലാതെ വേറെ ഇതുപോലത്തെ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടായത്. കാരണം എന്താ അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ത്രീകളാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്ത്രീയുടെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിക്ക് പോലെയാണ്. കാരണം എന്തോ ഒരു ഷൈനസ് പോലെയാണ്, വേണ്ട എടുക്കണോ എനിക്ക്. കാരണം ഇവിടെ അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് തീർക്കാനുള്ളൊരു ടെൻഡൻസിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ സെയിം ഏജുള്ള സ്ത്രീകൾ വരും, എന്നെക്കാട്ടും കൂടിയ ഏജുള്ള സ്ത്രീകൾ വരും, പല സ്ത്രീകളും വരും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കും, ഇപ്പം നമ്മളൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റ് തീരുമ്പോൾ മിനിമം 4 ദിവസം ചിലപ്പോൾ എടുത്തുന്നവരാണ്. ഓരോരുത്തരുടെ കേസും റിസർച്ച് ചെയ്ത് നമ്മൾ പതിയെ മാത്രമേ, ഇപ്പോൾ ഞാൻ ബിസി ആണെങ്കിൽ പതിയെ മാത്രമേ ഇങ്ങനെ മെസ്സേജ് ഇടത്തുള്ളൂ. ഈ ചില സ്ത്രീകൾ വിചാരിക്കും ഞാൻ കോഴിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില സ്ത്രീകളൊക്കെ വിചാരിക്കും. ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ചിലരങ്ങനെ. ഇപ്പോൾ അവർ സൊല്യൂഷന് വേണ്ടിയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. പക്ഷേ അവർ
വേറെ രീതി തെറ്റ് ചെയ്തിരിക്കും. അങ്ങനെയും തെറ്റ് ചെയ്യിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിൽ പോയാലും സൂക്ഷിക്കേണ്ട കാര്യമാണ്. പണി കിട്ടും. ഒരു ന്യൂക്ലിയർ ഒരു ബോംബ് പോലത്തെ ഒരു പവർഫുള്ളായ സാധനമാണ്, മനസ്സിലായില്ലേ? എക്സാമ്പിള് എന്തോന്ന്, ഇപ്പം എനിക്കൊരു പുരുഷൻ്റെ അടുത്ത് പറയാം, നീ കല്യാണം കഴിക്കുമ്പോൾ നിൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ സ്ത്രീകൾക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അതാണ്. അത് മാത്രമല്ല അത് വേറെ. അപ്പോൾ ഞാൻ സ്ത്രീകളത്തൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കാറുണ്ട്, കാരണം പണി കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്ത്രീകളെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. സപ്പോസ് ആ ഒരു കുട്ടി ആ ഒരു പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് അലറി വിളിച്ചതായിരിക്കാം, അപ്പോഴത്തെ ആ സിറ്റുവേഷൻ കൊണ്ട് പെട്ടെന്ന് അലറി വിളിച്ച് ബഹളം വെച്ചതായിരിക്കാം. അപ്പോൾ അത് വേറെ രീതിയിൽ എന്തെങ്കിലും വന്ന് കാണും. ചിലപ്പോൾ ഈ കുട്ടി വയലൻ്റ് ആയപ്പോൾ കയ്യിൽ പിടിച്ച് നിർത്താൻ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇതേപോലെ അവനൊരു ഇതേപോലെ പോയിട്ടുണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഒടുക്കത്തെ വയലൻ്റ്. അപ്പം ഇയാൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പിടിച്ച് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യനെ പേടി, ഞാൻ പെണ്ണുങ്ങളെ പിടിക്കാറില്ല, അത് മെൻ്റൽ ഇഷ്യൂ ഉള്ളൊരു സ്ത്രീയാണ്. അവരെ കൈ പോലും പിടിക്കുന്നില്ല, കാരണം അവന് അത്രയും ഇതാണ്ടോ അവർ സേഫ്റ്റി ചെന്ന് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, സഹായിക്കാൻ പോയാലും പണി കിട്ടും, അങ്ങനെ. അപ്പോൾ എൻ്റെ പയ്യത്തിൽ തന്നെ 2-3 പേര് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇതേപോലെ തല കറങ്ങി വീഴുന്നു. അപ്പോൾ ഇവ ജസ്റ്റ് പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ അതും വേറെ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആരും സഹായിക്കാനേ പറ്റത്തില്ല. ആണുങ്ങൾക്ക് ഒരു സ്ത്രീയെ സഹായിക്കാനേ പറ്റൂല. എക്സാമ്പിൾ, ഒരു സ്ത്രീ റോഡിൽ വീഴുന്നെന്ന് വിചാരിച്ചോ, ഇല്ലെങ്കിൽ ഒരു വലിയൊരു മലയിൽ അവിടെ നിന്ന് വീഴുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ കയറി കൈ പിടിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നം. അപ്പോൾ സഹായിക്കാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വരുമ്പോൾ ജെന്യുവിനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്, മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിക്ക് വിടാറുണ്ട്. അപ്പോൾ ഇനി എൻ്റെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലോട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, വേറെ ഒരു രീതിയിലോട്ടും ഞാൻ, മനസ്സിലായില്ലേ? അവരെന്നെപ്പറ്റി അങ്ങനെ കംപ്ലൈൻറ്റും പറയത്തില്ല, ഞാൻ അങ്ങനെ പോകത്തുമില്ല, മനസ്സിലായി? അപ്പോൾ സ്ത്രീകൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് കാര്യം. ഓക്കെ. അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ സ്ത്രീകളെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. മനുഷ്യന്മാരുടെ കാര്യമാണല്ല പറയാം, അല്ലേ? നമുക്കിങ്ങനെ ജസ്റ്റ് പറയാനേ പറ്റത്തുള്ളൂ. എല്ലാവരെയും അങ്ങനെയാണ്, സൂക്ഷിച്ചിരിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ടാണ്.